KSRTC പ്രിയദർശിനി സർവീസുകളിലെ സൗജന്യ യാത്രക്കാരായ സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പണം കൊടുക്കേണ്ടതില്ലാത്ത ബസ്സുകളിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണ്. എന്നാൽ ഇതേ സ്ത്രീകൾ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ വിടുന്നുവെന്നും CP ജോൺ പറഞ്ഞു. കനത്ത വിമർശനം ഉയർന്നിട്ടും പ്രസ്താവന പിൻവലിക്കാൻ CP ജോൺ തയ്യാറായില്ല. താൻ തെറ്റായ പരാമർശമൊന്നും നടത്തിയിട്ടില്ലെന്നും തള്ളിക്കയറി എന്ന വാക്ക് ഉപയോഗിക്കരുതായിരുന്നു എന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും CP ജോൺ ആരോപിച്ചു. മന്ത്രിയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യം ഔദാര്യമായിട്ടാണോ മന്ത്രി പോലും കണക്കാക്കുന്നത്? കാണാം RDX റാം. പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്നായിരുന്നു ഗതാഗത മന്ത്രി CP ജോണിന്റെ വിവാദ പരാമർശം. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന. ഫീസില്ലാത്ത സ്വകാര്യ സ്കൂളിൽ പോലും മക്കളെ വിടില്ല. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളിക്കയറും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും CP ജോൺ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നും ഗതാഗത മന്ത്രിയുടെ പരിഹാസം. പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഉറങ്ങിക്കിടന്നവരെ വിളിച്ച് സദ്യ കൊടുക്കാമെന്ന് പറഞ്ഞ് മുഖത്ത് തുപ്പുന്ന രീതിയാണ് സർക്കാരിന്റേതെന്ന് മുൻ മന്ത്രി P രാജീവ് പറഞ്ഞു. ഗതാഗത മന്ത്രിയുടെ മാടമ്പി സ്വഭാവമാണ് പുറത്തുവന്നതെന്ന് KN ബാലഗോപാൽ വിമർശിച്ചു. പ്രതിഷേധം കനത്തതോടെ വിവാദ പ്രസംഗത്തിൽ നിന്ന് CP ജോൺ പിൻവലിഞ്ഞു. പ്രിയദർശിനി ബസ്സിലേക്ക് തള്ളിക്കയറുന്നു എന്ന പരാമർശം ഒഴിവാക്കേണ്ടിയിരുന്നുവെന്നും ഇനി പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കുമെന്നും CP ജോൺ പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഗതാഗത മന്ത്രി CP ജോണിന്റെ വിവാദമായ പരാമർശവും പിന്നീട് നൽകിയ വിശദീകരണവും കേട്ടുവരാം. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. ഞാൻ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളതും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതും പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം ഇത് മെച്ചപ്പെടുത്തുന്നതിലേക്ക് കേരളം ഉണരണം എന്ന് ഞാൻ വീണ്ടും സ്റ്റേറ്റ് ചെയ്യുന്നു. ഞാനിതിൽ പഠിച്ചൊരു കാര്യം, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ഡേ ആണല്ലോ. പ്രസംഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ തെറ്റായ പരാമർശവും നടത്തിയിട്ടില്ല. എൻ്റെ ലക്ഷ്യമാണല്ലോ പ്രധാനം. അതിൽ ഞാനിനി ഒരു കാര്യം ലേണിംഗ് ഉണ്ട്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ വളരെ കൂളായിട്ട് പണ്ടത്തെ പോലെ പ്രസംഗിക്കരുത്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും CP ജോണിനെ ഇത്രയും വെയിറ്റ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇറ്റ്സ് എ ലേണിംഗ് ഫോർ മീ. അതൊരു പഠനമാണത്, എനിക്കൊരു പഠനമാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാം. മന്ത്രി CP ജോണിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. അതുകൂടി കേട്ടുവരാം. കേരളത്തിലെ സ്ത്രീകളെ അവമാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ജനങ്ങളോട് മാപ്പ് പറയണം എന്നിപ്പോഴും കേരളം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ സമൂഹമാകെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ജനവിഭാഗമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഈ ജനവിഭാഗത്തെയാണ്, ഈ സ്ത്രീകളെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി അപമാനിച്ചിരിക്കുന്നത്. അന്ന് അഭിമാനത്തോടെ യാത്ര ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ ഔദാര്യമല്ല എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന ഈ സമീപനം എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളെ ഇതുപോലെ അധിക്ഷേപിച്ച ഒരു മന്ത്രി ആ രൂപത്തിൽ തുടരേണ്ടതുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു നിവൃത്തിയില്ലാത്ത പാവങ്ങളായതുകൊണ്ടാണല്ലോ നമ്മൾ കൊടുക്കുന്ന സൗജന്യം വാങ്ങുന്നതിന് വേണ്ടി വരുന്നത്. അവരെ എല്ലാ തരത്തിലുള്ള ബഹുമാനവും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ അവരെ ആക്ഷേപിക്കുകയും അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയും ഒരു പ്രതികരണവും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒരു വിളിച്ചു വരുത്തി അവമാനിക്കുന്നു എന്ന് പറയുന്നവർക്ക് നമ്മൾ പറയും, സദ്യ വിളമ്പിയിട്ടത്തിനാണ് നിങ്ങളൊക്കെ ഉണ്ണാൻ വന്നത്, വേറെ എവിടെയും പോയി പൈസ കൊടുത്ത് കഴിച്ചുകൂടെ എന്ന് പറയുന്ന പോലെ ആളുകളെ അവമാനിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് വന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇവരുടെ ഒരു മാടമ്പി സ്വഭാവത്തിൽ ഞങ്ങൾ കൊടുക്കുകയാണെന്നുള്ള സമീപനത്തിലാണ്. സ്ത്രീകൾക്ക് നൽകുന്ന ആദരവെന്നായിരുന്നു ഉദ്ഘാടന വേളയിൽ പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. ആ വാക്കുകളിലേക്ക് കൂടി പോകാം. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന്
കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. മനീഷ്, ഇതിപ്പോൾ ആദരവാണോ അപമാനമാണോ എന്ന് കൺഫ്യൂഷനാവുന്ന അവസ്ഥയായി. എന്താ തോന്നുന്നത് ഇതിലിപ്പോൾ? അതായത് ഇതിനകത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുള്ളത്, CP ജോണ് സൗമ്യമായിട്ടും ചിരിച്ചുകൊണ്ടെല്ലാം പറയുന്നത്. അതായത് CP ജോണ് പ്രസംഗിക്കുന്ന അതെ, രണ്ടാമത് ഞാൻ അതിനെ ഉറച്ചു നിൽക്കുകയാണെന്ന് പറയുന്നത് അതെ, പിന്നീട് ഈ പ്രസംഗിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കണം എന്നൊരു തള്ളിക്കറയിൽ നാം പറയാൻ പാടില്ലായിരുന്നു പറയുന്നതല്ല. അദ്ദേഹം വളരെ സൗമ്യമായിട്ടാണ്, ചിരിച്ചുകൊണ്ടാണ്. അത് സന്തോഷകരമായ കാര്യമാണ്. അതായത് അദ്ദേഹത്തിനകത്ത് വലിയ സമ്മർദ്ദമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹത്തിന് നമുക്കറിയാലോ, അദ്ദേഹം ഇടതുപക്ഷത്തിലെ ഒരു ബുദ്ധിജീവിയായിരുന്നു. 10-15 വയസ്സ് തൊട്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഒരു 10 കൊല്ലം CPM-നൊപ്പവും പിന്നീട് ബാക്കി 10-40 കൊല്ലം UDF-നൊപ്പവും. പക്ഷേ അപ്പോഴും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ പാർട്ടി, CMP. കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റുമാണ് അദ്ദേഹം, ബുദ്ധിജീവി കൂടെയാണ്. പക്ഷേ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് ബൗദ്ധിക ജീവിതമൊന്നുമില്ലാതെ കാര്യം കൃത്യമായിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതിലിപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ മന്ത്രിസഭയിലെ ഈ സർക്കാരിലെ ഏറ്റവും സമ്മർദ്ദം നേരിടുന്ന മന്ത്രി ഞാൻ വിചാരിക്കുന്നത് അത് മറ്റാരുമല്ല CP ജോണാണ് എന്നാണ്. ഈ 10 വർഷത്തിന് ശേഷം വൻ ഭൂരിപക്ഷമായിട്ട് അധികാരത്തിൽ വന്ന UDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ജനങ്ങളെ നേർക്കുനേർ ചെന്ന് തൊടുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് CP ജോണാണ്, അല്ലേ? പ്രിയദർശിനി പദ്ധതി, ബസ്സുകളിലെ സൗജന്യ യാത്ര എന്ന കാര്യം ഇവർ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായിട്ട് UDF ഇതാ വിജയിക്കാൻ പോകുന്നതെന്ന് തോന്നൽ നമ്മുടെ അടക്കം ഉള്ളിലേക്കുണ്ടായ ഒരു കാര്യം ഇവർ ഈ പ്രകടന പത്രികയിൽ ഈ കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുമല്ലോ ആളുകളെ എന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു. അന്ന് നമ്മൾ കരുതിയത് കാസർഗോഡുള്ള ഒരാൾക്ക് തിരുവനന്തപുരം വരെ വരാനും തിരിച്ചും മറിച്ചും ഒക്കെ എല്ലാ ബസ്സിലും പോകാൻ പറ്റുന്നതാണ്. പിന്നീട് അത് പലതരത്തിലേക്ക് മാറി. അപ്പോൾ അത്രക്ക് പ്രതീക്ഷകളുടെ അമിതഭാരമാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ റിവ്യൂ കൊടുക്കില്ല, അതായത് പ്രതീക്ഷകളുടെ അമിതഭാരം ഇല്ലാതെ അങ്ങ് പോയാൽ നിങ്ങൾക്ക് സിനിമ ആസ്വദിക്കാമെന്ന് പറഞ്ഞ പോലെ ഇത് പക്ഷേ ജനത്തിന് അത്രമേൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നൊരു കാര്യമാണ്. പക്ഷേ അത്രയൊന്നും ഉണ്ടായില്ല. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്, ചെറിയ റൂട്ടിലാണ് പോകാൻ പറ്റുക. പക്ഷേ എന്നാലും അത് ജനപ്രിയമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് നിൽക്കുകയാണ്, അതിനകത്തേക്ക് ആളുകൾ നിൽക്കുകയാണ്. ഇത് പ്രഖ്യാപിച്ചു, ഇത് നടപ്പാക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. അത് UDF സർക്കാരിലെ എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇത് എത്ര കാലം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആശങ്ക അവർക്കുണ്ട്. ആ ആശങ്ക ഏറ്റവും കൂടുതൽ നേരിടുന്ന ആൾ CP ജോണായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് രാത്രി ഉറക്ക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മുന്നണിയുടെ ഏറ്റവും വലിയ ഒരു പദ്ധതിയാണ്. ഇത് ഒടുവിൽ വരെ കൊണ്ടുപോകണം. ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് ആകെയുള്ള ആദരവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെന്താ സംഭവിക്കുന്നത്? ഇത് പണം വരുന്ന പരിപാടിയല്ല, കാശ് പോവുകയാണ്. KSRTC താരതമ്യേന തെറ്റില്ലാത്ത നിലയിലേക്ക് എത്തിയതായിരുന്നു KB ഗണേഷ് കുമാറിൻ്റെ കാലത്ത്. നമുക്കറിയാലോ, KSRTC നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കും. KSRTC അങ്ങേയറ്റം പൊളിഞ്ഞു പണ്ടാറടങ്ങി പോകും എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് KSRTC അത്ഭുതകരമായ മുന്നേറ്റം നടത്തിയില്ലേ? സമ്പൂർണ്ണ ലാഭമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ KSRTC അത്ഭുതകരമായിട്ട് മുന്നേറ്റം കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നടത്തി. അത് അങ്ങനെ തന്നെ UDF കൊണ്ടുപോയിരുന്നെങ്കിൽ കുറേ കൂടെ മുന്നേറ്റം കൊണ്ടുപോകാനും ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലക്ക് KSRTC നല്ല നിലയിലേക്ക് എത്തിച്ച മന്ത്രി എന്ന പേര് കിട്ടുന്ന ആളുമായിരുന്നു CP ജോൺ. പക്ഷേ അതിനകത്ത് ഇങ്ങനെയൊരു സംഗതി വന്നു വീണു. പണം കിട്ടില്ല, ആളുകൾ മുഴുവനായിട്ട് കയറുകയാണ്. KSRTCക്ക് ക്ഷീണം ഉണ്ടാവുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ പണം ഉണ്ടാക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ സമ്പത്ത് ഒരുപാടുള്ള ഒരു സർക്കാരായിട്ടില്ല. അപ്പോൾ ആ പ്രശ്നം അവിടെയുണ്ട്. പ്രൈവറ്റ് ബസ്സുകാരാണെങ്കിൽ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിലുമാണ്, അവരാ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അവിടെയാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തുകയും ചെയ്തത്. അപ്പോൾ ഈ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മേലുണ്ട്, അദ്ദേഹത്തിൻ്റെ മുകളിൽ, ഗതാഗത മന്ത്രിക്ക് മേൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഇതുണ്ട്. അതായത് CP ജോണ് രാഷ്ട്രീയത്തിൽ CP ജോണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷക്കാരനായിട്ട് വലതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആ വഴിക്ക് എന്ന് വെച്ചാൽ ഇവരെ പോലെ അത്രക്കങ്ങ് ഫ്ലെക്സിബിൾ ആകാൻ പറ്റില്ല. എന്നിട്ട് ഇത്രയും കാലം ദീർഘമായിട്ട് പലതവണ പരാജയപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ വന്നു. അവസാനം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടി. അദ്ദേഹം അർഹിക്കുന്നതാണ്. അദ്ദേഹം പ്ലാനിംഗ് ബോർഡൊക്കെ ഒക്കെ ആയിരുന്നാണല്ലോ. അദ്ദേഹം അർഹിക്കുന്ന അതാണ്, നല്ലൊരു മന്ത്രിസ്ഥാനം കിട്ടി. പക്ഷേ അത് ഈ സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും ഭീഷണമായ ഈ ഡെമോക്രസിൻ്റെ വാള് പോലെ ഇങ്ങനൊരു കാര്യം കിടക്കുന്നതല്ലേ എന്ന് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ ആയിരിക്കില്ല, അദ്ദേഹം വളരെ ഈസി ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവും, ഇത്ര സമ്മർദ്ദമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതേതായാലും സമ്മർദ്ദം പിടിച്ച ഒരു കാര്യമാണ്. ആ സമ്മർദ്ദം അദ്ദേഹത്തെ ഈ കാര്യങ്ങളെ ഇങ്ങനെ കാണാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ തള്ളിക്കയറുകയാണ്. നിങ്ങളെല്ലാവരും കൊണ്ട് ഇങ്ങനെ തള്ളിക്കയറിയാൽ ഞങ്ങളുടെ KSRTC പൊളിഞ്ഞു പോകില്ലേ, ഞങ്ങൾ സൗജന്യം തന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ കുറച്ചൊരു മയത്തിൽ ഇതിനെ ഉപദ്രവിക്കാതെ കയറി മറ്റു വണ്ടികളിലൊക്കെ കയറി പോയിക്കൂടെ എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. എന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, കേരളത്തിലുള്ള മലയാളികളുടെ ബിഹേവിയറൽ പാറ്റേൺ കണ്ടിട്ട് ഞാൻ ആകെ അതിശയപ്പെട്ടു പോയി. അതുമാത്രമായിട്ട് കേട്ടാൽ ഇദ്ദേഹം ജനിച്ചത് ന്യൂയോർക്കിലാണ്,
പിന്നെ ജർമ്മനിയിലും സ്റ്റുട്ട്ഗാർട്ടിലൊക്കെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം ഈ പ്രായം മുഴുവൻ വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് കേരളത്തിലേക്ക് വന്നിട്ട് ഇതാ മലയാളികളുടെ ബിഹേവിയറൽ പാറ്റേൺ ഇങ്ങനെയാണല്ലേ എന്ന് അതിശയം കൂടുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. CP ജോൺ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന ആളാണ്. ഇവിടെ ജനങ്ങൾക്കിടയിൽ വെള്ളത്തിൽ മീനെന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് CP ജോൺ. അതേ ഇപ്പോൾ അതിശയപ്പെടുകയാണ്. മലയാളികളുടെ ബിഹേവിയറൽ പാറ്റേണിൽ എനിക്ക് അതിശയമുണ്ട്. എന്തതിശയം? എന്തിനാണ് ഇപ്പോഴായിട്ടൊരു അതിശയം എന്തിനാണ്? അത് ഫ്രീ ആയിട്ടൊരു കാര്യം കിട്ടിയാൽ മനുഷ്യർക്ക് അതിന് ചിലപ്പോൾ പൈസ ചിലവാക്കേണ്ട. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും അതിനെ അനുകൂലിച്ചത്, അതുകൊണ്ടല്ലേ എല്ലാവരും വോട്ട് ചെയ്ത്. ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ഹെലികോപ്റ്റർ അല്ലേ ഞാനതുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമ്മുടെ മുന്നിലുണ്ട്. 2 ദിവസം മുന്നിലേ ഇത് പറഞ്ഞേ, ഹെലികോപ്റ്റർ ഫ്രീ ആണ്, 5 പൈസ ചിലവില്ല. അതുകൊണ്ട് ഞാൻ അവിടം വരെ പോയി, ഇൻവെസ്റ്ററെ കാണാൻ പോയി. എനിക്ക് തലശ്ശേരി എന്നിട്ട് പിന്നെ താഴെ ചൊവ്വക്ക് പോകാൻ തോന്നിയ ഒരു ചേച്ചിക്ക് ഒരു ഇൻവെസ്റ്റർ കാണാനുണ്ട് അവിടെ. തലശ്ശേരിക്കാരിയ ഒരു ചേച്ചിക്ക് അവിടെ ചൊവ്വയുള്ളൊരു ഇൻവെസ്റ്റർ കാണാനുണ്ട്. അവരപ്പോൾ ബസ് കയറി ഫ്രീ ആയിട്ട് പോയി. മുഖ്യമന്ത്രി തന്നെയും പറയുന്നു, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയും അതിൻ്റെ ന്യായീകരണമായിട്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകത്തിൽ എന്താ ഉള്ളത്? ഫ്രീ ആണിത്, അതുകൊണ്ട് ഞാൻ പോയി. മറ്റു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഫ്രീ ആണിത്, ഞാൻ പോയി. അപ്പോൾ ഫ്രീ ആയിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു അഡീഷണലായിട്ട് നമ്മൾ അങ്ങ് പോകുന്നത് കുറച്ച് പോയാൽ ബുദ്ധിമുട്ടില്ല എന്നിരിക്കെ ആളുകൾ അവരവരുടെ ആവശ്യത്തിന് അത് എല്ലാവരും പോകും. നാളെ ഇപ്പോൾ എല്ലാ ടെലിവിഷൻ അവതാരകർക്കും ഫ്രീ KSRTC യാത്ര. അപ്പോൾ ഞാൻ അവിടുന്ന് വൈറ്റിലേക്ക് നിന്ന് ഇങ്ങോട്ട് വരാൻ കാറ് വേണ്ട, എന്നാൽ പിന്നെ KSRTC ബസ്സിനും കയറി പോരാന്ന് വിചാരിക്കും. അതിനെന്താ, സർക്കാർ തരുന്നതാണ്. TV അവതാരകർ പിന്നെക്കുള്ള ഒരു സമ്മാനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകും, എല്ലാ മനുഷ്യരും പോകും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ബിഹേവിയറൽ പാറ്റേണൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുന്ന, ഈ വളരെ എളുപ്പത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള കാര്യത്തിൽ ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ കൊടുത്തത്. അതുമാത്രമല്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ പൈസ നമ്മൾ പലതവണ പറഞ്ഞാണ്, 1000 or 1500 രൂപ ഒരു മാസം മിച്ചം പിടിക്കാൻ പറ്റുന്നെങ്കിൽ ആ 1000 or 1500 രൂപക്കും നല്ല വാല്യൂ ഉണ്ട്. മുഖ്യമന്ത്രി തന്നെയും ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നൊരു കാലത്ത്, അത് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് വിശദീകരിക്കുന്ന ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അത് പോകേണ്ടി വരും. പക്ഷേ CP ജോണിന് ഈ മലയാളികളുടെ ഈ ബിഹേവിയറൽ പാറ്റേൺ കാണുമ്പോൾ എനിക്ക് അതിശയം വരുന്നു എന്ന് പറയിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഈ സമ്മർദ്ദമാണ്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന യഥാർത്ഥമായിട്ടുള്ള ബുദ്ധിമുട്ട്, സമ്മർദ്ദം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. എല്ലാ ദിവസവും VD സതീശൻ കുഴപ്പമില്ല ജോണെ, നമുക്ക് ശരിയാക്കി എടുക്കാം, എനിക്ക് ഇങ്ങനൊരു പദ്ധതിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടാകുമോ? ഇല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലേ? മറ്റേതെങ്കിലും സഹമന്ത്രിമാർ വന്നിട്ട് ജോണെ അല്ലെങ്കിൽ ജോണേട്ട അല്ലെങ്കിൽ ജോൺ സാറേ നമുക്കിത് ശരിയാക്കി എടുക്കാം, കുഴപ്പമില്ല, KSRTC നമുക്ക് ഇങ്ങനെ കൊണ്ടോ സഖാവേ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ശരിയാ, സഖാവേ നമുക്കിത് ശരിയാക്കി എടുക്കാം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊക്കെ അവരവരുടെ പണിയുണ്ട്. ഓരോ മന്ത്രിമാരും തിരക്കാണ്. ഈ പ്രതിപക്ഷം നിന്ന് വിമർശിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും എല്ലാ മന്ത്രിമാരും അവരവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മുടെ ഗോൾ പോസ്റ്റിന് മുന്നിലുള്ള ഗോളിയുടെ ഏകാന്തത, പെനാൽറ്റിക്ക് കാത്ത് നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന് പറഞ്ഞ പോലെ CP ജോണ് ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അതായത് ഈ സർക്കാരിൻ്റെ കാലത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ജനങ്ങളെ എന്ത് മാറ്റമുണ്ടാക്കിയാലും ഉടനടി ചെന്ന് തൊടുന്ന, എങ്ങനെ പിൻവലിഞ്ഞാലും എന്ത് ചെറിയ മാറ്റം വരുത്തിയാലും ജനത്തിന് ഉടനടി പ്രതികരണം ഉണ്ടാകുന്ന ഒരു വലിയ പദ്ധതിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം. അത് കൈകാര്യം ചെയ്യേണ്ട ആളാണ് അദ്ദേഹം. പക്ഷേ അത് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികൾ വലുതാണ്. അദ്ദേഹത്തിന് ഈ പണം എങ്ങനെ ഉണ്ടാക്കുമെന്ന, KSRTC എങ്ങനെ പോകുമെന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ, ഇതേ തുടർന്ന് ബുദ്ധിമുട്ടിലായ പ്രൈവറ്റ് ബസ്സുകാരുണ്ടാക്കുന്ന സമ്മർദ്ദമുണ്ട്. ഇതിനകത്ത് ആകപ്പാടെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന CP ജോണ് ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നാക്ക് വഴുതിയിട്ടുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങളാണ്. നിങ്ങളിങ്ങനെ തള്ളിക്കയറല്ലേ എന്ന്. CP ജോൺ ഒരിക്കലും സ്ത്രീകളെ പരിഹസിക്കാനോ ഈ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങൾ തന്ന ഔദാര്യമാണെന്ന് പറയാനോ ഒന്നുമല്ല അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരല്പം ഇതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ പ്രകടനമാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനില്ല ഈ വിഷയത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ള ആശ. തീർച്ചയായും അതൊക്കെ തന്നെയാണ്. അദ്ദേഹത്തെ സമ്പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സനീഷ് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പോൾ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ടാവാം അദ്ദേഹത്തിന് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു കുഴപ്പം, ഈ അദ്ദേഹം ഇടതുപക്ഷമാണ് എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ സഖാവ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചത്. കാരണം അദ്ദേഹം ഇന്ത്യയിലെ ഇപ്പോഴുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ആ രീതിയിൽ അത് പരിഹാസരൂപേണ CPM പരിഹസിക്കാൻ വേണ്ടി കൂടി പറയുന്നതാണ്. എന്തായാലും അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന നിലയ്ക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഫലത്തിൽ അദ്ദേഹം ഇപ്പോൾ UDF-നൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാവരുത് എന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ പാർട്ടി CMP എന്നുള്ള പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്താണ്, അതിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്താണ് എന്ന് നോക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് വേറെ കാര്യമൊന്നും പറയാനില്ല. പക്ഷേ ആകെപ്പാടെയുള്ള ഈ സർക്കാർ ഈ തീരുമാനം എടുത്തതിന് ശേഷം അദ്ദേഹമാണ്
UDF-ലെ ഏറ്റവും ശക്തനായ വലതുപക്ഷവാദി എന്നെനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പരാമർശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അദ്ദേഹം ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ, അതായത് ഈ വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നു, അതിനുശേഷം ഈ പദ്ധതി പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നേരത്തെ VD സതീശനെ പോലെ ആവേശത്തോടെ ഈ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം അങ്ങേയറ്റം നിരാശനായാണ് ഈ പദ്ധതിയെക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ പരാമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ആ ബോഡി ലാംഗ്വേജിൽ ആ നിരാശ വളരെ പ്രകടമായിരുന്നു. മാത്രമല്ല ഏതായാലും തലയിൽ കയറിപ്പോയില്ലേ, ഇനി ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഭാവം. അത് യഥാർത്ഥത്തിൽ എന്താണ്, ഇതൊരു വലത് ആശയമല്ല. കാരണം വലതുപക്ഷം എപ്പോഴും ഇതിനെ ഫ്രീബീസ് എന്ന് പരിഹസിക്കുകയാണ് ചെയ്യുക. ഇത്തരത്തിലുള്ള സൗജന്യങ്ങളെ ഒരു ഇടതാശയമാണ്. ഇപ്പോൾ ലക്സംബർഗാണ് ആദ്യം ലോകത്ത് ഇത് നടപ്പാക്കിയത്, ഈ ബസ്സിലെ സൗജന്യ യാത്ര എന്നുള്ളത്. അവിടെ ഇടതുപക്ഷമാണ് അന്ന് നടപ്പാക്കിയത്. അല്ല, പക്ഷേ ലക്സംബർഗ് പറഞ്ഞപ്പോഴേ ലക്സംബർഗ് സ്ഥലമാണല്ലോ പറഞ്ഞത്. അതെ, ഞാൻ നേരത്തെ പറയാൻ പെട്ടെന്ന് പിന്നെ പറയേണ്ടെന്ന് കരുതിയത് CMPയുടെ കഴിഞ്ഞ സമ്മേളനം നടക്കുന്ന നഗറിൻ്റെ ഒരു റോസ ലക്സംബർഗ് നഗർ കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പോൾ ലക്സംബർഗിലാണ് ഇത് നടപ്പാക്കുന്നത്. അന്ന് അവിടുത്തെ ഇടതുപക്ഷമാണ് ഇത് ആദ്യം നടപ്പാക്കുന്നത്. അപ്പോൾ ഇതൊരു ഇടത് സങ്കല്പമാണ്, ഇടതാശയമാണ്. അങ്ങനെയാണ് ഇത് സൗജന്യങ്ങൾ ഇവർ വലതുപക്ഷം ഇതിനെ ഫ്രീബീസ് എന്ന് പരിഹസിക്കുമ്പോഴും അതങ്ങനെയല്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല ഒരു സമയത്തും ഇങ്ങനെ ഈ ഫിസ്ക്കൽ ഡിസിപ്ലിൻ എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടല്ല. അദ്ദേഹം പക്ഷേ കഴിഞ്ഞ 40 വർഷമായി വാദിക്കുന്നത് ഫിസ്ക്കൽ ഡിസിപ്ലിന് വേണ്ടിയാണ് എന്നുള്ള കൗതുകം കൂടിയുണ്ട്. അതായത് ഫിസ്ക്കൽ ഡിസിപ്ലിനിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു നിലപാട് ഒരിക്കലും ഇടതുപക്ഷം സ്വീകരിക്കാറില്ല. അത് ഒരു മുതലാളിത്ത സങ്കല്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ആളുകൾക്ക് വേണ്ട സൗജന്യങ്ങൾ കൊടുക്കണം, ഗതാഗതം കൊടുക്കണം, സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണം, സൗജന്യമായുള്ള ആരോഗ്യ സംരക്ഷണം കൊടുക്കണം. ഇതൊക്കെ അതിനുള്ള ചെലവ് പരിഗണിക്കേണ്ടതില്ല. അത് ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ആ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ആ ഇടത് സങ്കല്പം. അപ്പോൾ ആ സങ്കല്പത്തിലല്ല സത്യത്തിൽ കഴിഞ്ഞ 40 വർഷമായി അദ്ദേഹം വാദിക്കുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നുള്ള പേരുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കൗതുകം. കാരണം അദ്ദേഹം വലതുപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സകല ബജറ്റുകളെയും എതിർക്കുമ്പോഴും ഞാനിതിങ്ങനെ പറയുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയൊക്കെ ഉറപ്പിച്ച് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഈ ഫ്രീബീസ് എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന വിഷയങ്ങളെ അനുകൂലിക്കേണ്ടി വന്നിട്ടില്ല. അനുകൂലിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല അവർ. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി ഈ ഫ്രീബീസിൻ്റെ ആളായി. രാഹുൽ ഗാന്ധി കുറച്ച് ഇടതുപക്ഷമായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ പദ്ധതികൾ, ഈ 5 കാര്യങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയേ പറ്റൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ ഘട്ടം ഘട്ടമായി ഇപ്പോൾ കർണാടകത്തിലായാലും ഒക്കെ ഇങ്ങനെ തെലങ്കാനയിൽ നടപ്പാക്കുന്നു, കർണാടകത്തിൽ നടപ്പാക്കുന്നു, ഇത് കേരളത്തിൽ നടപ്പാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിവിടെ നടപ്പാക്കേണ്ടി വരുന്നു. ആ ബാധ്യത ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ തലയിലായി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഫ്രീബീസിനെതിരായി. ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നത് നേരത്തെ സനീഷ് പറഞ്ഞത് ശരിയാണ്. ഫാസ്റ്റ് പാസഞ്ചറിൽ ആളുകൾ കയറുന്നില്ല. നമ്മളിപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ഓർഡിനറി ബസ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകൾ ഇടിച്ചു കയറുന്നത് അത് സ്വാഭാവികമല്ലേ? അതായത് സൗജന്യം എന്നത് ആസ്വദിക്കുക സാധാരണ മനുഷ്യൻ്റെ ഒരു രീതിയാണ്. അതിപ്പോൾ കേരളത്തിലെ ബിഹേവിയറൽ പാറ്റേൺ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ലോകത്തെവിടെയും സൗജന്യമായി ഒരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ ആ സൗജന്യമല്ലേ, ഇരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ഒരു മനസ്ഥിതി. സൗജന്യമായി കിട്ടുമ്പോൾ അതിനുവേണ്ടി വെറുതെ ഞാൻ പോക്കറ്റിലിരിക്കുന്ന കാശ് കളയേണ്ടതില്ലല്ലോ. അതിനല്ലേ സൗജന്യം. പിന്നെ ഇതാരെങ്കിലും ചോദിച്ചിട്ടാണോ കൊടുക്കുന്നത്? ഇതിലെ ഒരു പ്രശ്നം അതാണ്. ഇതാരെങ്കിലും കേരളത്തിലെ വനിതകൾ മുഴുവൻ ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയല്ല, എന്നാൽ എടുത്തോ സൗജന്യമായിട്ട് നിങ്ങൾക്ക് യാത്ര എന്ന് പറഞ്ഞതിന് ശേഷം ഇത് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗങ്ങളിൽ ആ ശരികേടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തെയോ ആ പ്രസംഗത്തെയോ അല്ല, പിന്നീട് അദ്ദേഹം വിശദീകരിച്ചതിൽ ഒരു ബൈറ്റ് നമ്മളുടെ ഇവിടെ പ്ലേ ചെയ്യപ്പെടാത്ത ഒരു ബൈറ്റ് ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടു. അദ്ദേഹം കാറിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അത് വീണ്ടും പറയുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ വിഷയത്തിലെ നിലപാട് കൂടുതൽ വ്യക്തമായത് എനിക്ക് അതിലാണ്. കാരണം അദ്ദേഹം പറയുന്നത് 5 ലക്ഷം സ്ത്രീകൾ കയറി, അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട ഹൃദയഭേദകമായ അവസ്ഥയാണ് അവരുടേത്. അത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യണ്ടേ? ഹൃദയഭേദകമായി വല്ലാത്ത കഷ്ടപ്പെടുന്നവരാണ് ഈ കയറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അത് പരിഹാസമാണ്. അതിൽ പരിഹാസമുണ്ട്. അതിൽ ഈ കയറുന്ന ആളുകളോടുള്ള പരിഹാസമുണ്ട്, ഈ അവഹേളനമുണ്ട്. ഇങ്ങനെ അവഹേളിച്ചിട്ടായാലും 10 പേര് കയറാതിരിക്കട്ടെ എന്നായിരിക്കും സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വേദന അനുഭവിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ഒരുപക്ഷെ CP ജോൺ കരുതിയിട്ടുണ്ടാവുക. കാരണം
ഈ ഫാസ്റ്റ് പാസഞ്ചറിലേക്ക്, അതായത് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ കളക്ഷൻ കിട്ടുന്ന ഈ വാഹനങ്ങൾ, ഓർഡിനറി വാഹനങ്ങളിൽ പുരുഷന്മാർ ഇപ്പോൾ വളരെ കുറച്ചാണ് കയറുന്നത്. നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെന്തായാലും കയറിയാൽ ടിക്കറ്റ് കൊടുക്കണം. അവരുടെ എണ്ണം കുറഞ്ഞു. കാരണം വലിയ തിരക്ക്, സ്ത്രീകളുടെ തിരക്ക് ആ വാഹനങ്ങളിൽ ഉണ്ടായപ്പോൾ പുരുഷന്മാർ കയറുന്നത് കുറഞ്ഞു. ഇവർക്കെല്ലാം ടിക്കറ്റ് കൊടുക്കണം. അതായത് നല്ല പണിയുണ്ട്, നല്ല അധ്വാനമാണ്. അതിൽ നിൽക്കുന്ന കണ്ടക്ടർക്കൊക്കെ നല്ല പണിയുണ്ട്. അതാണ് വേറൊരു വശം. പുരുഷന്മാർ അതിൽ കയറുന്നില്ല. ഫാസ്റ്റ് പാസഞ്ചറിലേക്ക്, മറ്റു വാഹനങ്ങളിലേക്ക് ഇവർ കയറുന്നില്ല. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മികച്ച പദ്ധതിയാണെന്നുള്ള സംശയമൊന്നുമില്ല. അത് എന്തെങ്കിലും സാധ്യതയുണ്ട് പുരുഷന്മാർക്കും സൗജന്യമാക്കി കൊടുക്കണം. അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കണം. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് മികച്ച പദ്ധതിയാണ്. സർക്കാരിൻ്റെ മികച്ച, രാഹുൽ ഗാന്ധിയുടെ മികച്ച ആശയമാണ്. ആ നിലയ്ക്കൊന്നും നമുക്ക് ആ കാര്യത്തിൽ തെറ്റു പറയാനില്ല. കാരണം സ്ത്രീകളുടെ മൊബിലിറ്റി വല്ലാതെ വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞത് എല്ലാ വാഹനങ്ങളിലും പോകാമെന്ന ആളുകൾ ആദ്യം ധരിച്ചെങ്കിലും പോകുന്നവരുണ്ട്. ഇപ്പോൾ ഗവി റൂട്ടിലൊക്കെ പോകുന്ന വാഹനങ്ങളിൽ, ഓർഡിനറി വാഹനങ്ങളിൽ ധാരാളം ആളുകൾ അത് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതിൽ ക്ഷേത്രങ്ങളിലേക്ക് കൂടുതൽ ഓർഡിനറി വാഹനങ്ങൾ സത്യത്തിൽ സർക്കാർ അനുവദിക്കുകയാണ് വേണ്ടത്. പക്ഷേ പല സ്ഥലത്തും അത് ഇല്ല എന്നുള്ള പരാതി ഉയരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഓർഡിനറി വാഹനങ്ങളുടെ എണ്ണം കുറവാണ്, കുറച്ചുകൂടി കൂടുതൽ. സ്വകാര്യ വാഹനങ്ങൾ പൊതുവേ ഇല്ലാത്ത, പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇല്ലാത്ത മേഖലകളിൽ ഈ KSRTC ഓർഡിനറി ബസ്സുകൾ കൂടുതൽ അനുവദിക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. ആ നിലയ്ക്ക് വിജയിച്ച പദ്ധതിയാണ്, സർക്കാരിന് സൽപ്പേരുണ്ടാക്കുന്ന പദ്ധതിയാണ്. പക്ഷേ ഗതാഗത മന്ത്രി എന്ന നിലയ്ക്ക് CP ജോണിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബാധ്യതയാണ് എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, അതായത് അദ്ദേഹം ഇങ്ങനെ പരിഹസിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സമ്മർദ്ദം ഇങ്ങനെ പുറത്ത് പ്രകടിപ്പിച്ച് എതിർക്കുകയും കൂടി ചെയ്ത ആളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ കുറച്ച് കാലമായുള്ളൂ സർക്കാർ വന്നിട്ട്, ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് ഇങ്ങനെ പറയുന്ന വിധത്തിൽ ഇതേ ഇങ്ങനെ ആളുകളെ അല്ലെങ്കിൽ ആളുകൾ കളിയാക്കപ്പെടുന്നതായിട്ട് തോന്നിയാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മന്ത്രി രാവിലെ 7 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങുന്നവരെ ഞങ്ങൾ സർക്കാർ ചിലവിലാണ് കേട്ടോ ചെലവിടുന്നത്, നിങ്ങളുടെ മുഴുവൻ ജീവിതവും സർക്കാരിൻ്റെ ചിലവിലാണ് എന്ന് നാട്ടുകാർ തിരിച്ചു ചോദിക്കും. ഞങ്ങൾ ഫ്രീ ആയിട്ടൊരു KSRTC ബസ്സിലേ പോകുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ ഈ പൊതുഖജനാവിലെ പണത്തിലാണ് നിങ്ങൾ മന്ത്രിമാരെല്ലാം കൂടെ ഇങ്ങനെ പോകുന്നത്. ഈ മന്ത്രിമാരുടെ ബിഹേവിയറൽ പാറ്റേൺ എനിക്ക് മനസ്സിലാകുന്നില്ല, നാട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നതും കൂടെ ഈ സർക്കാർ ആലോചിക്കണം. ഇത് പിന്നെ ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിമർശം അവസാന കാലത്ത് ഏറ്റവും പീക്കിലെത്തിയിട്ടാണ് ഇവർ വന്നത്. അതുകൊണ്ട് ജനം ഒന്ന് താഴ്ത്തി പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ കളിയാക്കാനും പരിഹസിക്കാനൊക്കെ നിന്നാൽ CP ജോൺ ആലോചിച്ചോളണം. അത് ഈ പറഞ്ഞ ഈ ഫിസിക്കൽ ഡിസിപ്ലിൻ എന്നുള്ള സങ്കല്പം ഇടതുപക്ഷത്തിനില്ല, അല്ലെങ്കിൽ ആ രീതിയിലല്ല അതിനെ കണക്കാക്കേണ്ടത്. ഇടതുപക്ഷം പറയുമ്പോൾ മാത്രമല്ല, അവരതിനകത്ത് പറയുന്ന 3-4 കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ബാങ്ക് കൊള്ള നടക്കും, അതല്ലെങ്കിൽ ഈ ബാങ്ക് തട്ടിപ്പ് നടക്കുന്നു, കോർപ്പറേറ്റുകൾക്ക് വലിയ ഇളവുകൾ കൊടുക്കുന്നു. ഈ പണത്തിൻ്റെയൊക്കെ കണക്ക് പരിശോധിച്ചാൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സൗജന്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ജനങ്ങൾക്ക് കൊടുക്കുന്ന സൗജന്യത്തിൻ്റെ അളവ്. അപ്പോൾ ഇത് വലിയ നഷ്ടമാണ് എന്ന് വലതുപക്ഷം പറയുന്നത് ശരിയല്ല എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അത് ഈ ഘട്ടത്തിൽ CP ജോണിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണക്കാരായ നിരവധി സ്ത്രീകൾക്ക് ആശ്രയമായ പദ്ധതിയെ കേവലം ഔദാര്യമായി കണക്കാക്കുന്നതായിരുന്നു CP ജോണിൻ്റെ വാക്കുകൾ. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെയും ഇത്തരത്തിൽ ചിത്രീകരിക്കുന്ന സമീപനം മന്ത്രി ഒഴിവാക്കേണ്ടിയിരുന്നു. പ്രിയദർശിനി പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സ്ത്രീകളെ അപമാനിക്കാൻ ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് കഴിയും എന്നുള്ളത് ഓർക്കേണ്ടതാണ്. പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും വിവാദമായ പ്രസ്താവന തിരുത്താൻ, അതായത് സമ്പൂർണ്ണമായി തിരുത്താൻ CP ജോൺ തയ്യാറായിട്ടില്ല. അതിലൊരു വാക്ക് അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ പ്രിയദർശിനിയെക്കുറിച്ച് ഗതാഗത മന്ത്രി തന്നെ ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത് സർക്കാരിനെ തന്നെ വീട്ടിലാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് നൽകുന്ന ആദരവെന്നായിരുന്നു വി. ഡി. സതീശൻ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞതെന്നുകൂടി എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ തിരുത്താൻ CP ജോൺ തയ്യാറാവേണ്ടതുമുണ്ട്. RDX വേളയിലേക്ക്